എല്ലാവർക്കും ആദം സേറ വ്ളോഗ്സിലേക്ക് സ്വാഗതം. എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. രാവിലെ പോയി പയർ വാങ്ങിച്ച് 1 കിലോ പയറിന് 120 രൂപ. 1/2 കിലോ വാങ്ങിച്ച് മെഴുക്കുവരട്ടി വെക്കാൻ വേണ്ടി അതിലരിഞ്ഞ് റെഡിയാക്കി. എന്നാൽ ശാലം ബീൻസ് കൂടെ വാങ്ങണമെന്ന് കരുതിയതാണ്, പക്ഷെ അതിന് 200 രൂപ 1 കിലോയ്ക്ക് ബീൻസിന്. അതാണ് പയർ മാത്രം വാങ്ങിച്ച്. പിന്നെ നല്ലോണം എരിവൊക്കെ ഉള്ള കേട്ടോ, അതിന് ഉണ്ടപ്പളം എല്ലാം അരിഞ്ഞ് റെഡിയാക്കി. ഇതിന് മുമ്പത്തെ ഒരു വീഡിയോ പയറിന് മെഴുക്കുവരട്ടി, അത് എരിവൊക്കെ കുറഞ്ഞ് ഉള്ളതാണ്. ഇത് വേറൊരു ടൈപ്പിൽ നല്ലോണം എരിവുള്ള മുളക്, പിന്നെ നല്ലോണം കറിവേപ്പില, പിന്നെ ഇച്ചിരി മല്ലിയില ഇടുന്നുണ്ട്. എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ച്. പിന്നെ സബോള ഒരു 3 സബോള എടുത്ത്. ഇനിയേ പോയി ഉണ്ടാക്കട്ടെ. ഇതാ വൈകുന്നേരത്തൊക്കെ ഉള്ള കറി. ഇപ്പോൾ സമയം 2:30 ഇപ്പോൾ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരത്തേക്ക് കറി. ഇപ്പോൾ ഉണ്ടാക്കട്ടെ. വളരെ താഴെ പോയി. ഓക്കെ, ഇനി പോയി അടുപ്പത്ത് പാത്രം വെക്കട്ടെ. അപ്പോൾ തീ കത്തിച്ചില്ല പോലെ നമുക്ക്. ഓക്കെ, തീ കത്തിച്ചു. പാത്രവും വെച്ച്. ഇനി എത്ര ശരം ഇതൊക്കെ പാത്രം അവിടെ കഴുകിയതേ ഉള്ളൂ. എണ്ണമയൊക്കെ ഇടും, അല്ല വെള്ളത്തിൻ്റെ മയമൊക്കെ ഇത് പോട്ടെ. എന്നിട്ട് എണ്ണ ഒഴിക്കുക. കടുക്. പാത്രം ചൂടായി. ഇനി എണ്ണ ഒഴിക്കട്ടെ. ഓക്കെ, എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോഴത്തേക്ക് കടുകിടാം. ഓക്കെ ഓക്കെ, എണ്ണ ചൂടായി. ഇനി കടുക് ഇട്ടെ. കടുകിട്ട് പൊട്ടി തുടങ്ങുന്നു. നേരത്തോടൊക്കെ തെറിച്ച് വീഴുന്നു. കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് പയറെടുത്തില്ല. ഓക്കെ, കടുകൊക്കെ പൊട്ടി. ഇനി പയർ. ഓക്കെ, പയർ. ഇനി സബോള. സബോള ഇട്ടു. ഇനി കറിവേപ്പില, പച്ചമുളക്, പിന്നെ ഇച്ചിരി മല്ലിയില. ഇതെല്ലാം ഇടട്ടെ. ഓക്കെ, ഞാനാണെങ്കിൽ മെഴുക്കോട്ടെ വെക്കുമ്പോഴത്തേക്കും ഇങ്ങനെ വെക്കുന്നത്. ഇനിയേ മഞ്ഞപ്പൊടി, ഉപ്പ്. മഞ്ഞപ്പൊടി ഇട്ടു, ഉപ്പും ഇട്ടു. ഇനി ഇത് നല്ലോണം ഇളക്കട്ടെ. ഞാൻ ഇച്ചിരി മല്ലിയിലയൊക്കെ ഈ മെഴുക്കോട്ടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടും. അതിൻ്റെ രുചിയും കൂടെ ഉള്ള നല്ലതാണ്. ചിലരൊന്നും എടുത്തൊന്നുമില്ല, കൂടുതൽ ആളുകൾ ഇടത്തില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ കണ്ടിട്ടൊന്നുമില്ല വീഡിയോക്കകത്ത് ഈ മല്ലിയിലകൾ ഇടുന്നത്. ഓക്കെ, ഇനിയേ കുറച്ച് നേരം മൂടി വെച്ച് വേവിക്കാം. മൂടി വെക്കട്ടെ. ഓക്കെ, ഈ ഒരു 10 മിനിറ്റ് കഴിഞ്ഞേ തുറന്ന് നോക്കാം. ഇതേ ഇവിടുന്ന് വേകട്ടെ. രാവിലെ തന്നെ 300 രൂപ വേറെ ചിലവായി.
അമല A to Z ക്ലീനിങ് ഓയിൽ എന്നും പറഞ്ഞു. പക്ഷെ നല്ലോണം അഴുക്ക് പോകുന്നുണ്ട്. ഈ തടിയാല ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടല്ലോ, തുടച്ച് നോക്കിയപ്പോഴത്തേക്ക് വേണ്ട ഇതോണൊക്കെ അഴുകിയിരിക്കുന്നില്ലേ, അതൊക്കെ പോകുന്നുണ്ട് തുടച്ചിട്ട്. 24 മാസം ഉപയോഗിക്കുകയാണ്. 300 രൂപ രാവിലെ തന്നെ. അവരാണെങ്കിൽ വാങ്ങിച്ച് ചെങ്കില പോകത്തുള്ളതെന്ന് പറഞ്ഞ രീതിയിലാണ് സ്ത്രീ ചെയ്യുന്നത്. അതെല്ലാം വാങ്ങിച്ച് തുടച്ച് നോക്കിയപ്പോഴത്തേക്ക് നല്ലോണം പോകുന്നുണ്ട്. കാലമേ ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി ആ തടിയെല്ലാം ക്ലീൻ ചെയ്യണം. ഇതിലൊക്കെ കുറേ അഴുക്കിരിപ്പുണ്ട്. അപ്പുറത്തു നിന്നാണ് ഒരുപാട്, ഫ്രണ്ടിൽ നിന്നേ വേണ്ട ഇരിക്കട്ടെ. ഒന്ന് തുറന്ന് നോക്കട്ടെ, ആവിയൊക്കെ നല്ല പറക്കുന്നുണ്ട്. ഓ ഇനിയേ ചെറുതായിട്ട് ഇളക്കി നോക്കട്ടെ. വെന്തിട്ടില്ല, ഇനി വേകാനുണ്ട്. അയ്യോ ഒത്തിരി വെള്ളമായല്ലോ. ഇവിടെ നിന്ന് വീണ വെള്ളമായിരിക്കും. അത്രയും മൂടി വെച്ചിരിക്കുകയല്ലായിരുന്നു. ഞാനൊരു തുള്ളിയെ ഒഴിച്ചുണ്ടായിരുന്നു. ഇനി എന്തായാലും പറ്റിച്ചെടുക്കാം. വെള്ളം ഇരുന്ന് വേകുമ്പോഴത്തേക്ക് പൊക്കോളും വെള്ളം. അടച്ചിനി വെക്കണ്ട, അടച്ച് വെച്ചാലാണ് ഇനി പ്രശ്നം. ഓക്കെ, ഒന്നുകൂടെ നടക്കട്ടെ. ഷവറോടെ പറ്റാനുണ്ട്. പയറ് കുറച്ചുകൂടെ വേകാനുണ്ട്. അപ്പോഴത്തേക്ക് പയറ് വേകുമ്പോഴത്തേക്ക് വെള്ളമൊക്കെ പറ്റും. ഇവിടെ ഇങ്ങനെ അടുപ്പത്ത് ശാലാരി ഇരിക്കട്ടെ. ഞാൻ അപ്പോഴത്തേക്ക് ആ വെള്ളം ഒന്ന് എടുത്ത് വെച്ചിട്ട് വരട്ടെ. ഈ വെള്ളമേ എടുത്ത് വെക്കട്ടെ. ഇതിനകത്ത് അങ്ങ് തീർന്നു. വെള്ളമേ എടുത്ത് വെച്ചു. ഇനി ഒന്നുകൂടെ പയർ പോയി നോക്കട്ടെ. ഇല്ല, ഒന്ന് ഇളക്കട്ടെ. ഓക്കെ, വെള്ളമൊക്കെ പറ്റി. അതുമല്ല പയർ മെഴുക്കുവരട്ടി വെന്ത് വേണ്ട. എന്തായാലും എൻ്റെ വീഡിയോ എങ്ങ് നിർത്തുവാണേ. എല്ലാവരും മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദം സേറ ബ്ലോഗ്സ്. മല്ലിയില